മച്ചന്മാരെ നമ്മളിന്ന് ചെറുമീൻ വേട്ടയ്ക്കായിട്ട് ഒരു കലക്കൻ സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ പുഴയുടെ സൈഡിലായിട്ട് കുറച്ച് പോച്ചയൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മളതിൻ്റെ സൈഡിലാണ് കാസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. കാസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫാൻറ്റം സ്നാപ്പറിൻ്റെ റോഡും അതുപോലെ തന്നെ തായ് ജംപ് ഫ്രോവുമാണ്. റീലായിട്ട് നമ്മൾ ഒക്കുമയുടെ സഫീന പ്രോ എന്ന് പറഞ്ഞൊരു റീലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കാസ്റ്റ് ചെയ്യാം. അധികം ദൂരത്തേക്കൊന്നും പുഴയുടെ സെൻറ്ററിലേക്കൊന്നും ഇടേണ്ട കാര്യമില്ല. ഈ ചെറുമീൻ പോലുള്ള മീനുകൾ ഇതുപോലെ പോച്ചയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് പറ്റിയായിരിക്കും നിൽക്കുക കൂടുതലും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രോഗ് കറക്റ്റായിട്ട് ആ പോച്ചയുടെ സമീപത്ത് എറിഞ്ഞ് എത്തിച്ചാൽ മതി. മീൻ ആ പോച്ചയുടെ അടിയിലൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ കേസാണ്. അവന്മാർ ഉറപ്പായിട്ടും അതിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഫ്രോഗിനെ സ്ട്രൈക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. നമ്മൾ ഓരോ സെക്കൻഡും കെയർഫുള്ളായിട്ട് നിൽക്കണം. എപ്പോഴാണ് അടി വരിക എന്ന് നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ റീലിൻ്റെ ഡ്രാഗൊക്കെ ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. കാസ്റ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു പൊട്ടി ലൂസായിരിക്കണം. ഫുള്ള് ടൈറ്റ് ചെയ്തെടുത്തത്. ഫുള്ള് ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണിയാണ്. അപ്പോൾ നമ്മൾ അടുത്ത കാസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്തായാലും ചെറുമീൻ്റെ ആക്ടിവിറ്റി ഒക്കെ കാണുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു ചെറുമീൻ വന്ന് ഏറെടുത്ത് പോയിരുന്നു. അതാണ് നമ്മൾ വേറെ ഒന്നും നോക്കാണ്ട് ഈ സ്പോട്ട് തന്നെ കാസ്റ്റിങ്ങിനായിട്ട് തിരഞ്ഞെടുത്തത്. അത്യാവശ്യം കട്ടിയുള്ള ബ്രൈഡാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത എറിയുകയാണ്. കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ വീഴുന്നുണ്ട്. അവിടെ നിന്നൊക്കെ അടിക്കുക എന്ന് പറഞ്ഞാൽ ചിമിട്ടൻ ചെറുമീനായിരിക്കും. ഈ തായ് ജംപ് ഫ്രോകൾക്ക് നമ്മൾ കൈകൊണ്ട് പ്രത്യേകിച്ച് ആക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ചാടി വരുന്നത് ശരിക്കൊരു തവളക്കുട്ടൻ ചാടി വരുമ്പോൾ തന്നെയാണ്. അടി കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല പറപ്പനടിയായിരിക്കും അവിടെ നിന്ന് കിട്ടുക. അപ്പോൾ നമ്മൾ ചെറിയൊരു ലീഡർ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ലീഡർ ലൈൻ ഇട്ടിരിക്കുന്നത് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മീനൊക്കെ ആണെങ്കിൽ അവന്മാർ സ്പീഡിൽ ഓടി ഈ പോച്ചയുടെ അടിയിലുള്ള വേരുകളിലേക്ക് ഇടയിലേക്കൊക്കെ പോയി കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലീഡർ ലൈനൊന്നും കൊടുക്കാണ്ടാണ് കാസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു മിസ്കാസ്റ്റ് ആയിപ്പോയി. കറക്റ്റ് പോച്ചയുടെ സെൻറ്ററിലാണ് പോയി വീണത്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ അതിലും നമുക്ക് സ്ട്രൈക്ക് കിട്ടാം. അപ്പോൾ നമ്മൾ ഓരോ കയറും ഓരോ ഡയറക്ഷനിലേക്ക് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഏരിയ വിട്ട് കാസ്റ്റിങ് മാറാതിരുന്നാൽ മതി. കറക്റ്റ് ആ പോച്ചയുടെ സമീപത്ത് തന്നെ നമ്മുടെ ഫ്രോഗ് വീണെന്നേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അടുത്ത കാസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഏത് നിമിഷമാണെങ്കിലും ഫ്രോഗിലൊരു തകർപ്പനായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഹുക്കപ്പ് റേഷ്യോ ഉള്ള ഫ്രോഗാണ്. മീൻ അടിച്ചു കഴിഞ്ഞാൽ മിസ്സാകത്തൊന്നുമില്ല. ഉറപ്പായിട്ടും ഹുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ വായിൽ പ്രോപ്പറായിട്ട് കയറി ലോക്കാവും. അതാണ് ഇത്തരം തായ് ജംപ് ഫ്രോഗുകളുടെ ഒരു പ്രത്യേകത. നമ്മുടെ തവളയുടെ ചാട്ടം ആ വെള്ളത്തിൻ്റെ ഇടയിൽ നൈസായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. ഇപ്പം എന്തായാലും ഒരു അടിക്കും.